Hi guys, welcome to Baku. Actually, Kerala style taste കേരള ടേസ്റ്റാ ചിക്കൻ സമോസ. ഇവരുടെ ഒരു മെയിൻ തൊഴിലാണ് ഈ കാർപ്പറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ മ്യൂസിയം അവർ പണി കഴിപ്പിച്ചേക്കുന്നത്. ഓ, ഇതാണ് ലിറ്റിൽ വെനീസ് കേട്ടോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ബാക്കു, അസർബൈജാൻ ആണ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വെളിയിലോട്ട് പോകാൻ പോകണം. ഇന്ന് നമ്മൾ പോകുന്നത് ന്യൂ ബാക്കു സിറ്റിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഇത്. വേണ്ടോ, ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ടർക്കി ഹോട്ടൽ എന്നാണ് പേര്. ബാക്കുവിൽ തന്നെ ഉള്ള ടർക്കി ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഉണ്ട്, വെയിറ്റിംഗ് ഫോർ അസ്. നമ്മളിന്ന് ആക്ച്വലി നമ്മുടെ പ്ലാൻ വേറെ ആയിരുന്നു. ഷെദാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത്. ഇന്ന് നമ്മൾ വെളുപ്പിനാണ് വന്നത്. ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറൊരു, അതായത് ന്യൂ ബാക്കു സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാഷ് എടുത്തിട്ടില്ല. മന്നത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഫോറക്സ് കാർഡിൽ നിന്ന് നമുക്ക് ക്യാഷ് എടുക്കണം ആദ്യം. അതുകൊണ്ട് നമ്മൾ ആദ്യം ATM പോയിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ സിറ്റി ടൂറൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ ലാംഗ്വേജ് കുറച്ച് വിഷയമാണ് കേട്ടോ. നമ്മൾ ഫുൾ ടൈം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പച്ചവെള്ളം കിട്ടില്ല. ഹോട്ടൽസിലൊക്കെ കുഴപ്പമില്ല, ഹോട്ടൽസിലൊക്കെ എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. പക്ഷേ ഇത് പറഞ്ഞ പോലെ നമ്മൾ പുറത്തിപ്പോൾ ടാക്സിയിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല. നമുക്ക് ട്രാൻസ്ലേറ്റർ ഇട്ട് അവർ അസർബൈജാനി അല്ലെങ്കിൽ റഷ്യൻ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ പ്രീപെയ്ഡ്, അതായത് നമ്മൾ വന്ന ഉടനെ എല്ലാം ക്യാഷ് കൊടുക്കണം. അതുകൊണ്ട് ഹോട്ടൽസിലൊക്കെ നമ്മൾ ആയിട്ട് പേ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മൾ ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ നമുക്കിതിപ്പം മന്നത്തിലോട്ട് നമുക്ക് മേടിക്കണം. മന്നത്തിലോട്ട് നമ്മൾ കാശ് ATM എടുത്ത് ഫോർ എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ഒരു കാർഡ്. താങ്ക് യു, വിൽ. ഓക്കെ, ഷുവർ. ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ബാക്കു, ഭയങ്കര ക്ലീൻ സിറ്റിയാണ് കേട്ടോ. ഒരു ചവറോ റോഡിലൊന്നും ഒരു ചവറോ ഒന്നുമില്ല. നല്ല ക്ലീൻ സിറ്റി, അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള നല്ലൊരു സിറ്റിയാണ്. ട്രാഫിക്കൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് പാലിച്ച് പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര സ്പീഡിലൊന്നുമല്ല ആൾക്കാർ പോകുന്നത്. അവിടെയായിട്ട് പോലീസ് നിൽപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ഒന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു ജംഗ്ഷനാണ്. യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ. ആക്ച്വലി എനിക്ക് തോന്നിയത് ഭയങ്കര പുതിയ ബിൽഡിങ്സ് അല്ല ഇവിടെ ഉള്ളത്. കുറച്ച് കാലം മുന്നേ ഒന്ന് മോഡേണൈസ്ഡ് ആയിട്ട് വന്ന ബിൽഡിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശരി, ഇപ്പം പുതുതായിട്ടല്ല എനിക്ക് തോന്നുന്നു. ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തൊക്കെ ആണല്ലോ ഇത് ഫുള്ളായിട്ട് ഡെവലപ്പായി തുടങ്ങിയത്, റഷ്യൻ ആ ഒരു സമയത്ത്. അപ്പോൾ അന്നേ ഉള്ള കുറേ ബിൽഡിങ്സൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്ലസ് അത് കൂടാതെ തന്നെ വേറെ കുറേ പുതിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കുറേ പുതിയ ബിൽഡിങ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതുണ്ടോ, പഴയ ഫ്ലാറ്റാണ്, പഴയ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സാണ്. താഴെ എല്ലാ ബിൽഡിങ്സിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ഒരു കടകൾ കാണാം, ഷോപ്പ്. പറഞ്ഞ പോലെ എന്തെങ്കിലും മേടിക്കാനായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ കോഫിയോ കഫേയോ എന്തെങ്കിലുമൊക്കെ, ഹോട്ടൽസോ എന്തെങ്കിലുമൊക്കെ കാണാം. റെസ്റ്റോ, പബ്ബ്. ഇതാണ് നമ്മുടെ ചേട്ടൻ അസർബൈ. Say hi, Azarbay. Hello. പുള്ളിക്കാരൻ കേട്ടോ ഓൺ ടൈമിൽ വന്ന കേട്ടോ. കറക്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ റെഡിയായി നിൽക്കുമ്പോഴത്തേക്കും ഒരു 20 മിനിറ്റ്സ് മുന്നേ വിളിച്ചാൽ മതി, പുള്ളി എത്തുമെന്ന് പറഞ്ഞു. നമ്മൾ റെഡിയായി. ആക്ച്വലി നമുക്ക് കുറച്ച് ക്ഷീണം കൊണ്ടായിട്ട് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നലെ വെളുപ്പിനെത്തിയിട്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് ക്ഷീണം മാറി വന്നത്. അപ്പോൾ നമ്മൾ റെഡിയായി ഒരു 10-15 മിനിറ്റിനകത്ത് പുള്ളി എത്തി ഇവിടെ. പുള്ളിയുടെ വീട് അടുത്താണോ? യുവർ ഹോം നിയർ ബൈ? യുവർ ഹോം നിയർ ബൈ? യു സ്റ്റേ ഹോം? ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റോഡ്സൊക്കെ സൂപ്പർ. വലിയ കട്ടറൊന്നുമില്ല. നമ്മൾ ATM വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഒന്നും പുരിയില്ലേ. ഫുള്ള് ഇവരുടെ ലാംഗ്വേജാണ്, ഇംഗ്ലീഷിലോട്ടൊന്നും ഇല്ല. ഭയങ്കര വിൻഡിയാണ് ഇവിടെ. നമ്മൾ വന്ന് ഇന്നലെ ജസ്റ്റ് വെളിയിലിറങ്ങിയ പോലെ നല്ല കാറ്റും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. നമ്മൾ
ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് വിചാരിച്ചാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ATM ക്യാഷ് എടുക്കാൻ പോയില്ലേ, അത് പോയപ്പോഴത്തേക്കും ഡിക്ലൈൻഡ് ആയി. പിന്നെ ഞങ്ങൾ വേറൊരു ATM പോയിട്ട് അതും ഡിക്ലൈൻഡ് ആയി. നമുക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ സിമ്മില്ല, അവിടെ കയ്യിൽ മാത്രമേ സിമ്മുള്ളൂ. ഒരു സിം എടുത്തുള്ളൂ, അത് നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാത്തതാണ്, ഞാൻ നിയോ കാർഡിൻ്റെ ഇത് ഇൻ്റർനാഷണലി ഇത് എനേബിൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ക്യാഷ് എടുത്തിട്ട് ഞങ്ങളിതാ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ, ATM നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വെള്ളവും പിന്നെ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സൂപ്പർ മാർക്കറ്റ് അടിപൊളിയായിട്ട്, പറ്റുമെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു വ്ളോഗ് പോലെ ഇടാം. കൊള്ളാം, നല്ല സെറ്റപ്പ് സൂപ്പർ മാർക്കറ്റ്. നമ്മൾ അവിടുത്തെ പോലെയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. വെള്ളമൊക്കെ ഒരു 1 അസർബൈജാൻ മന്നത്താണ്. അപ്പോൾ ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ മന്നത്താണ്. അതായത് നമ്മുടെ ഏതാണ്ട് ഒരു 50 രൂപ വരും, ഇന്ത്യൻ റുപ്പി 50 രൂപയാണ് ഇവിടുത്തെ ഒരു അസർബൈജാൻ മന്നത്തും. നമ്മൾ ശരിക്കും കുറച്ച് കാശ് ഡോളേഴ്സിൽ നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ബാക്കി നമ്മുടെ ഫോറക്സ് കാർഡ് യൂസ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അതും ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ATM നിന്ന് കുറച്ച് കാശ് വിഡ്രോ ചെയ്തു, ബാക്കിയുള്ളിടത്ത് നമ്മൾ ടാപ്പ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ പോകാൻ പോകുന്നത് ഹൈലാൻഡ് പാർക്കിലോട്ടാണ്. ചെറിയ മഴയുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു കോൾഡ് ബ്രീസാണ്, ചൂടൊന്നുമില്ല. ചെറിയ ആദ്യം രാവിലെ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു സണ്ണി ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതങ്ങ് മാറി ഫുള്ള് എന്താ പറയണ്ട, ഒരു പ്ലസന്റ് വെതർ, ഭയങ്കര നല്ല വെതർ. നമ്മുടെ നാട്ടിലെ ചൂടൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു വെതറായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇവിടുത്തെ നൈസ് പ്ലേസ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് ഇപ്പം മഴ പെയ്ത് ചെറുതായിട്ട് ചാറ്റിയായിരുന്നു, പിന്നെ അത് നിന്നു. ഏതൊക്കെയോ ട്രാൻസ്ലേറ്ററൊക്കെ എടുത്തിട്ട് ലാംഗ്വേജ് പുള്ളിക്കാരെടുത്ത് ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാൻ നോക്കി. അവരുടെ ലാംഗ്വേജ് ചോദിച്ചു എന്തോ, പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. അവരുടെ ലാംഗ്വേജിൽ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതേ ലാംഗ്വേജിൽ അവരുടെ ലാംഗ്വേജ് തിരിച്ചു പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവില്ല, അതെന്തോന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ടണലാണ് കേട്ടോ. ഓ നൈസ്. ഓ എനിക്ക് ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റ് ഓർമ്മ വരുന്നു. സൂപ്പർ ടണൽ. എല്ലാവരും അധികം സ്പീഡൊന്നും എടുക്കാതെ ഒരു മാന്യമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ എല്ലാവരും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെട്ടിക്കല് കുത്തിക്കയറ്റിലൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. നൈസായിട്ടൊരു നല്ലൊരു രീതിക്കാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ ഇത് എനിക്ക് ഒരു കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇവിടെ താഴെ വേറൊരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഓ ഓക്കെ. പുള്ളി നമുക്ക് പീച്ചൊക്കെ തന്നായിരുന്നു. ഇവിടെ ഷോത്താലെ എന്നാണ് പറയുന്നത്, പീച്ചിന് ഷോത്താലെ. പഴയ ഫ്ലാറ്റുകളുടെ റോഡ് സൈഡിൽ തന്നെ എല്ലാ ഫ്ലാറ്റിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പാണ് കേട്ടോ. കൂടുതൽ സൂപ്പർ മാർക്കറ്റുകളാണുള്ളത്, പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണും. എല്ലാം 3 ലൈൻ റോഡ്സാണ് കേട്ടോ. മിക്കവാറും ഉള്ള മെയിൻ റോഡ്സുകളൊക്കെ 3 ലൈൻ റോഡ്സാണ്. എല്ലാം നല്ല വീതിയുള്ള റോഡ്സാണ് കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്, ഫുള്ള് ഗ്ലാസ് ഇട്ട്. ബാക്കു നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്ന ഹൈലാൻഡ് പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഓക്കെ, ഇതിന് അപ്ലാൻഡ് പാർക്ക് എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ബാക്കുവിലെ ഒരു പനോരമിക് വ്യൂ, ഒരു ഫുൾ കാസ്പിയൻ സീ ഉൾപ്പെടെയുള്ള ഒരു ലാൻഡ്മാർക്ക് എല്ലാം കിട്ടുന്ന ഫ്ലെയിം ടവേഴ്സ് അതേപോലത്തുള്ള എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഹൈലാൻഡ് പാർക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 20th സെഞ്ച്വറിയിൽ, ഇത് 20th സെഞ്ച്വറിയിലൊക്കെ ഇതിന് ഇംഗ്ലീഷ് പാർക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ നമ്മളിതായപ്പോൾ അത് കണ്ട ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ടവറിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇത് രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കുന്നത്. ഇത് രാത്രിയാണ് കണ്ടോ. ഓ തൊട്ടടുത്തായിരുന്നല്ലേ, തൊട്ടടുത്തല്ല കുറച്ച് നേരം യാത്ര ചെയ്തു, പക്ഷെ സ്റ്റിൽ ഭയങ്കര അടുത്തായിട്ട് തോന്നുന്നു. ഞാനിച്ച് കുറച്ചുകൂടി ദൂരം പോകണമെന്നത്. സൂപ്പർ. ഓ മൈ ഗോഡ്, 3 ടവേഴ്സാണിത് കണ്ടോ, 3 ടവേഴ്സ്. ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു ഫുള്ള് ഈ ഫ്ലെയിംസ് പോലത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് പൊളിയാക്കിയത്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞോട്ടെ, നമുക്ക് നോക്കി വെക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തോട്ട് എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഹൈലാൻഡ് പാർക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അതാണ് രാത്രി ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ട് സെറ്റപ്പ് ആക്കുന്നത്. നമ്മളിപ്പോൾ എത്തിക്കുന്ന ഹൈലാൻഡ് പാർക്കിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്യൂട്ടിഫുൾ ഒരു മസ്ജിദ്
പിന്നെ എന്താ ഇവിടെ ഒരു വലിയ കൊടി, അസർബൈജാൻ്റെ കൊടി. ഓ ഗുഡ്. ഒരു പാർക്ക് ഫ്രണ്ടിലൊക്കെ ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, നല്ല വൈബുള്ള സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫ്ലെയിം ടവർ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓ സൂപ്പർ. അത് ഈ ടൂറിസ്റ്റ് ഒന്നും കേട്ടോ, ഞാൻ വിചാരിച്ചു നല്ല ഒരുപാട് പേര് കാണും, തിരക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഫ്ലൈറ്റിൽ ആൾക്കാരെ തിരക്കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വലിയ തിരക്കാണത്തില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒട്ടും തിരക്കില്ല. ഭയങ്കര പീസ്ഫുൾ പ്ലേസാണ്. നല്ല വെതർ കേട്ടോ, അടിപൊളി. നല്ലൊരു പ്ലസൻറ്റ് തണുപ്പും ചൂടും ഇല്ലാതെ, എന്താ പറയേണ്ടത്, എന്നാൽ മഴ ചെറുതായിട്ട് പെയ്തെങ്കിലും ഭയങ്കര മഴയും ഇല്ല, ചെറുതായിട്ട് പെയ്തിട്ടൊന്നും തണുപ്പിച്ചിട്ട് അങ്ങ് നിർത്തി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ബാക്കു? മൗണ്ടൻ കാർ. ആ ഇത് മൗണ്ടൻ കാറാണ്. ഇതാണ് വേണ്ട ചുമ്മാ പാത്താ പോലെ. ഇത് ഇവിടെ നിന്നാലും ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. പുള്ളി പറയുന്നത് വേറെ അങ്ങോട്ട് പോകുമ്പോഴാണ് ആ പനോരമിക് വ്യൂ ഉള്ള സ്പോട്ടിലാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഞാൻ ശ്വേതയുടെ കയ്യിൽ ഫോൺ കൊടുത്തു, പക്ഷേ പോർട്രേറ്റ് ഷോർട്സിന് റീൽസിനൊക്കെ ഉള്ളത് എടുക്കാൻ വേണ്ടി. ഈ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. നൈസ്. കം മാഡം. നമ്മൾ വന്നൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇനി അങ്ങോട്ടാണ് കാണാനുള്ള കാഴ്ചകളുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും കേട്ടോ ഒരു ആ വ്യൂ കിട്ടുന്ന സ്ഥലം, അതാണ് വിചാരിച്ചു. പക്ഷെ അതല്ല, ഞാൻ അവിടെ നടക്കാനുണ്ട് കുറേ. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടോ, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നത് അടിപൊളി. എനിക്കൊന്ന് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. അടിപൊളി. ഫ്രണ്ട്സ് എടുത്തു കൊടുക്കുക. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൈലൻഡ് പാർക്കിനെ ഇവർ പറയുന്ന അപ്ലാൻഡ് പാർക്ക് എന്ന് പറയുവേ. പിന്നെ ഇവരുടെ ലാംഗ്വേജിൽ ഡാഗുസ്തു പാർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ശരി, ഇതാണ് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ കാസ്പിയൻ സീയുടെയും ഈ പറഞ്ഞ ഫ്ലെയിം ടവറിൻ്റെയും പിന്നെ വേറെ അങ്ങനത്തെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഹായ്. നോ ചേഞ്ച്. നോ. ഓക്കെ, ഇവിടെ ഉണ്ട് കേട്ടോ ഭിക്ഷക്കാരി. ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന്, പൈസ ചോദിക്കില്ല, ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഫുള്ള് ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസിൻ്റെ കിട്ടുന്ന ഒരു വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇത് ഇത്രയും. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അപ്ലാൻഡ് പാർക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പ് ഇവർ ഇംഗ്ലീഷ് പാർക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ ബ്രിട്ടീഷ് സോൾജേഴ്സിൻ്റെ ഒരുപാട് മോണ്യുമെൻറ്റ്സ്, അവരുടെ കുറേ ശവക്കല്ലറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യൻ എംപയറിൻ്റെ ഇവിടുത്തെ ഫോളിന് ശേഷം ഇതിനെ സെർഗേ കിറോവ് എന്ന് പറഞ്ഞൊരു പാർക്കായിട്ട് ഇവർ നെയിം ചെയ്തു. പക്ഷേ ഈ സോവിയറ്റ് യൂണിയൻ എറ കഴിഞ്ഞ സമയത്ത് ഇതിനെ ഇവർ വീണ്ടും മാറ്റിയിട്ട് ആ സമയത്താണ് ഇതിൻ്റെ പേര് മാറ്റി ഹൈലൻഡ് പാർക്ക് എന്നുള്ളൊരു പേര് കൊടുത്തത്. പിന്നെ 2011-13 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഫുൾ റിനോവേഷനും ഇപ്പോൾ കാണുന്ന പോലത്തെ ഉള്ള ഇത്രയും സെറ്റപ്പൊക്കെ ആക്കിയത്. 2011 മുതൽ 13 കാലഘട്ടത്തിലാണ് ഇത് ഫുൾ റിനോവേറ്റ് ചെയ്തവർ അടിപൊളിയാക്കിയത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കുറച്ചുകൂടി ഡെവലപ്ഡ് അല്ലായിരുന്നു. കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ പണികളാണ് കേട്ടോ. അവിടെ കുറേ പണികൾ മുകളിലോട്ട് പോകുന്നുണ്ട്. പോലാം. ഇത് അടിപൊളി കേട്ടോ. അപ്പോൾ ആ വഴി നമ്മൾ വന്നതിൻ്റെ ആ വഴിയുടെ എൻഡിലുള്ള ഒരു വ്യൂ ആണ് ഇത്. ഓ സൂപ്പർ. യെസ്, ബാക്കുവായി ഇവിടെയാണ്. ബാക്കുവായി നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതാണ് ഐലൻഡ് പാർക്കിൻ്റെ എൻഡ് കേട്ടോ. ഇവിടെ നിന്നാണ് ആ പനോരമിക് വ്യൂ കിട്ടുന്ന സംഭവം. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിയിലൊന്നും ആൾക്കാരൊന്നും കാണാനില്ലായിരുന്നു. ഇവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓ കാം ആൻഡ് ഭയങ്കര ബ്രീസി, നല്ല തണുപ്പ് ഒക്കെ ഉള്ള അടിപൊളി ഒരു സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുവാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അടുത്ത ഡെന്നിസ് മോൾ. ഇവിടുത്തെ നമ്മൾ വലിയ കണ്ടില്ലേ, ആ വലിയ താമര പോലെ ഇരിക്കുന്ന മോള്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയാട്ടോ. നമുക്ക് ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ഈ ഇങ്ങനത്തെ ഓപ്പൺ പ്ലേസിലൊക്കെ നമ്മൾ രാവിലെ ഒക്കെ ഭയങ്കര വെയിലായിരിക്കത്തില്ലേ, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ.
ഇവിടെ രാവിലെ വൈകിട്ടൊക്കെ സിമിലർ ഇത് തന്നെ ആയിരിക്കും. കാരണം ഹൗ വാസ് ഹൈലൻഡ് പാർക്ക് എക്സ്പീരിയൻസ്? Very nice. நல்லா இருக்கா? Yes. பிடிச்சிருக்கா? Yes. வெயில் எதுவும் இல்லைல்ல? എനിക്ക് അതാണ് ഭയങ്കര കാറ്റ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അതുകൊണ്ട് ഫുൾ റോഡെല്ലാം ഭയങ്കര ഇറക്കവും നമ്മുടെ ഇപ്പോൾ കാസ്പീൻ സൈഡിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. ഫുൾ ഇറക്കം. ഏതാണ്ട് ഇങ്ങനത്തെ റോഡ്സൊക്കെയാണ് ആദ്യം ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ബിൽഡിംഗ് എല്ലാവരും Khalsa Mujhe, Park Boulevard, Swaraj Depot. This is Bag Boulevard. This is, oh, that is Bakwai, right? Okay. ഇവിടെ നിന്ന് നമ്മൾ അവിടെ കുറച്ച് ബാക്കിൽ കണ്ടതാണ് ഡെന്നിസ് മോള്. അതിന് തൊട്ടടുത്ത് ഒരു മ്യൂസിയം ഉണ്ട്. ഇത് ഈ നടന്നു പോകുന്ന ഇതാണ് ബാക്ക് ബുളിവാർഡ് എന്ന് പറയുന്നത്. ഇതാണോ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് ബാക്കുവായി. ബാക്കുവായി നമുക്ക് അതിൽ കയറിയാലോ? ആ എൻ്റെ ബാക്കുവായില്ലേ ഇല്ല. ഓ അത് വർക്കിംഗ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വർക്കിംഗ് ആയിരുന്നു കയറായിരുന്നു. അതാണ് നമ്മുടെ ഡെന്നിസ് മോൾ. ഇവിടെ കൂടുതലുള്ള വണ്ടി ഏതൊക്കെയാണെന്ന് അറിയുമോ? ഈ ടൊയോട്ട, പിന്നെ ഷെവർലെ, മിറ്റ്സുബിഷി, ബെൻസ്. ഒരുപാട് ബെൻസ് ഉണ്ട്. ബെൻസ് അതും വലിയ വലിയ ബെൻസുകൾ. എനിക്ക് തോന്നുന്നു ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഈ വലിയ ബെൻസിൻ്റെ ഈ വാൻ പോലത്തെ സംഭവം ഇവിടെ എടുത്തിട്ടേക്കുന്നതാണ് മിക്കവാറുള്ള ആൾക്കാർ. പിന്നെ വിൻറ്റേജ് വണ്ടി. എനിക്ക് തോന്നുന്നു സോവിയറ്റ് യൂണിയൻ്റെ കാലത്തൊക്കെ ഉള്ള വണ്ടികളായിരിക്കണം. വിൻറ്റേജ് വണ്ടികളൊക്കെ, പഴയ വണ്ടികളൊക്കെ ഇതിനകത്ത്. ചില ആൾക്കാരൊക്കെ ഉള്ളത് സൈക്കിളിലൊക്കെ ആൾക്കാർക്ക് പോകുന്നുള്ളവർക്ക് സൈക്കിളൊക്കെ എടുത്ത് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരുപാടുണ്ട് ട്രാവൽ ചെയ്യാൻ. ഭയങ്കര കയറ്റമിറക്കിയൊക്കെ ഉണ്ട്. സൈക്കിളിൽ ഗിയറില്ലാത്ത സൈക്കിളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടപ്പളാവും. അവിടുത്തെ ഊബർ പോലെ ഇവിടെ മോൾട്ട് ഉണ്ടെങ്കിൽ പോലും ഇവിടെ കുറച്ച് സീനാണ്, കുറച്ചുകൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 വീഡിയോസിലൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ബോൾട്ടിൽ കണ്ടിട്ട് പോയി പ്രൈസ് അതിൽ റേറ്റ് കാണുമല്ലോ, അത് കണ്ടിട്ട് കയറിയാൽ പോലും അവരിടയ്ക്ക് വെച്ച് അത് ഓഫ് ചെയ്തിട്ട് വേറെ അവരുടേതായ റേറ്റ് മീറ്റർ ഇട്ട് പൈസ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. കുറച്ച് ഉള്ള എല്ലായിടത്തും ഈ പറഞ്ഞ ചില ഉടായ്പകൾ കാണുമല്ലോ. നമ്മൾ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ബ്രെഡാണ്. ഇടയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കുമില്ലെങ്കിൽ ട്രാവൽ സമയത്താണെങ്കിൽ ഇത് ബെസ്റ്റാണ്. 0.6 മന്നത്ത്, പിന്നെ 1 മന്നത്തിന് ഒരു വലിയ ക്യാൻ വെള്ളം ഇതൊക്കെ നമ്മൾ മേടിച്ചു തരണം. ഇതൊരു ബ്രെഡും ഒരു എന്താ പറയണ്ട, ഒരു സ്വീറ്റ് നാനൊക്കെ ഇല്ലേ, അതേപോലത്തെ സാധനം. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ നടുക്ക് സ്വീറ്റ്. ഓ മൈ ഗോഡ്. എള്ള്, വെളുത്ത എള്ള്, അതിന് നടുക്ക്. അതിന് പുറമെ കഴിച്ചപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ക്രോസോണൊക്കെ കഴിക്കുന്ന പോലത്തെ എനിക്ക് തോന്നി, ഒരു ക്രിസ്പി. പക്ഷെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും ഒരു സ്വീറ്റ്നെസ്, ഭയങ്കര ഒരു ബട്ടറി ഫീല്. കൊള്ളാം കേട്ടോ, അടിപൊളി. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ഫുഡ് ഇൻ ബാക്കുവാന്ന് തോന്നുന്നു. ആദ്യമായിട്ട് നമ്മൾ കുറെ റോളൊക്കെ എടുത്ത് നോക്കി വെച്ചിരുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോയിട്ടില്ല. നിസാമി സ്ട്രീറ്റ് ആ ഏരിയയിലാണ് കുറച്ച് റോൾസും കബാബ്സൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ നോക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ വന്ന് ഒരു രാവിലത്തെ ഒരു ഇത് നമ്മൾ കറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് മേടിച്ചത്. ഹെവി ആയിട്ട് കഴിക്കുന്നുണ്ട്. വെയിലിറങ്ങിയ കാറ്റാണ് കേട്ടോ, ഫുള്ള് കാറ്റ്. ഇതാണ് ഡെന്നിസ് മോൾ. ഈ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ആ ഒരു ഓപ്പറ ഹൗസ് പോലത്തെ ഒരു സംഭവമില്ലേ, അതിൻ്റെ മോഡൽ പോലെ ഉണ്ട്. ഇവർ ആൾക്കാർക്ക് പബ്ലിക് പ്ലേസസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ പാർക്ക്, അതേപോലെ ഇതൊക്കെ ഇതിൻ്റെ മുമ്പിലുള്ള അവർ ചെയ്തിരിക്കുന്ന ഡെക്കറേഷനും, അതായത് അവർ ലാൻഡ്സ്കേപ്പ് പോലത്തെ ആണെങ്കിലും ഇതേപോലെ ഇത് കണ്ടോ, ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അതാണ് നമ്മുടെ ലണ്ടൻ ഐ പോലത്തെ ഇവിടത്തെ ബാക്കുവായി. അയ്യോ, ഡെന്നിസ് മോൾ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയം. ബാക്കു ബോളിവുഡാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ ഡെന്നിസ് മോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്റ്റാളുണ്ട്. ഇവിടെ ഡോൺ ഡർമ, ഇത് ഐസ്ക്രീമാണ്, ഹോട്ട് ഡോഗ്, ഇങ്ങനെ സാധനങ്ങൾ. ഹോട്ട് ഡോഗ് 3 മന്നത്ത്, ഇത് ലാറ്റൊക്കെ 4.5 മന്നത്ത്. അവിടെ നിന്ന് ഒരാൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ
അകത്ത് ബ്രാവോ എന്ന് പറഞ്ഞ എന്തോ ഒരു കട എന്തോ ഉണ്ട്. അവിടെ കുറച്ചുകൂടി ചീപ്പായിട്ട്, അതായത് കുറച്ചുകൂടി റീസണബിൾ റേറ്റിൽ അഫോർഡബിൾ ആയിട്ട് ഫുഡ് കിട്ടും. ഇവിടെയും വലിയ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഒരു 3 month നമ്മുടെ അവിടുത്തെ എന്താ പറയുക 150 രൂപയൊക്കെ വരും. 150 രൂപ. പിന്നെ ലാറ്റിക്കൊക്കെ 200 രൂപ. നമ്മുടെ അവിടെ അങ്ങനെ തന്നെയാണ് ആ റേറ്റ്. 150 രൂപയ്ക്ക് ആവുമല്ലോ ഒരു ഹോട്ട് ഡോഗ് അല്ലെങ്കിൽ റോള് പോലത്തെ മേടിക്കുന്ന റേറ്റ്. ഇവിടെ ആ റേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ അകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ്. അതേപോലെ സൂപ്പർ മാർക്കറ്റ്സിൽ ഞാൻ രാവിലെ പോയതാണ്. അത് ശരിക്കും അങ്ങനെയാണ് കേട്ടോ. അതിൽ അത്ര റേറ്റ് ഒന്നുമില്ല, കത്തിയൊന്നുമല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. നടക്കാൻ പറ്റില്ല, ഭയങ്കര കേട്ടോ. എനിക്ക് തോന്നിയത് ആൾക്കാരൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഈ വെളിയിൽ മോളിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ പോലും അവർ ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാർ ബാഗ് അവിടെ വയ്ക്കുമോ, ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ നല്ലൊരു ഇംപ്രഷനാണ് തോന്നുന്നു. ഇതിനകത്ത് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ന്യൂയോർക്കറിൻ്റെയൊക്കെ ന്യൂയോർക്കർ ബ്രാൻഡ് ഉണ്ട്, കോസ്റ്റ കോഫി ഉണ്ട്, UCB ഉണ്ട്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയും, ഇവിടെ എല്ലാവരും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അസർബൈജാൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കര രസമാട്ടോ കാണാൻ. ആണായാലും പെണ്ണായാലും ഭയങ്കര ഭംഗിയാണ്. ഇതിനകത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് മോളിനകത്തുള്ള. ഇവിടുത്തെ കാണാത്ത ടൈപ്പ് ഫ്ലേവേഴ്സ് എൻ്റെ ലൈഫിൽ പാത്തില്ല. എൻ്റെ ഫ്ലേവർ നമ്മളവിടെ ഇല്ലാത്ത പല ഫ്ലേവേഴ്സിലുള്ള ചിപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ലേസ് ഞാൻ ഈ ഫ്ലേവർ ലേസൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് സാധാ ഇതേപോലത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ബിയറെല്ലാം ഉണ്ട് കേട്ടോ. ടൂബാഗ്, ബഡ്വൈസർ, കൊറോണ എക്സ്ട്രാ, പോളിയനർ, ആൽക്കഹോളും ഉണ്ട്. വോഡ്ക, നെമിറോഫ് എനിക്ക് റഷ്യ ആണെന്ന് തോന്നുന്നു. ഫോർച്യൂണ പ്രീമിയം ഗോൾഡ്, അബ്സല്യൂട്ട് വോഡ്ക. നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പഫ്സ് പോലത്തെ സാധനം. ഹായ്, നമ്മുടെ പഫ്സ് ഈ സാധനം നമ്മൾ രാവിലെ നമ്മളൊരു ചിക്കൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തു. ചിക്കൻ ആൻഡ് ക്രീമിൻ്റെ ഒരു റോളും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു പഫ്സ് പോലത്തെ ഒരു സാധനം നമ്മൾ മേടിച്ചു. വെള്ളമൊക്കെ 0.37. ഡോണർ ഷവർമ, ഡോണർ കിട്ടി. ഇത്ര നേരം ഡോണർ തപ്പിക്കൊണ്ട് കിടക്കുകയാണ്. ഇത്ര നേരം ഡോണർ കിട്ടിയില്ല എന്നാണ് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോണർ കണ്ടിട്ടുണ്ട്. ഇവിടെ മീരായിട്ടാണ് കേട്ടോ. ഷവർമ, ഡോണർ, ഷവർമ മീൻസ് നമ്മുടെ നാട്ടിലെ ഷവർമ ആയിരിക്കും. അതാണ് ഇവിടെ ഷവർമ എന്ന് പറയാം. 2 പപ്സ്, പിന്നെ ഒരു ഐസ്ക്രീം, പിന്നെ ഇത്ര എടുത്തത് 4.27 മണ്ണത്ത് ആയത്. 4.27 മണ്ണത്തേക്ക് നമ്മുടെ 200 റുപ്പീസ്. ഭയങ്കര എക്സ്പെൻസീവ് അല്ല എന്ന് പറയാൻ പറ്റില്ല. മോളിൻ്റെ പുറകിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. മോളിൽ തൊട്ട് പുറകിലാണല്ലോ കാസ്പിയൻസി വരുന്നത്. നമ്മുടെ സംഘവും ആവുമ്പോൾ എന്തായിരിക്കും അല്ലേ, അടിപൊളിയായിരിക്കും. നല്ല തണുപ്പ്. ടു ഗുഡ്. ഫുഡ് ഇട്ടിട്ട് കാല് വേദനിക്കുന്നു പറയുന്നത്. എനിക്ക് അപ്പോഴേ തോന്നി ബൂട്ടിട്ടുണ്ടോന്ന് അപ്പോഴേ തോന്നി. കാല് ആയിരിക്കും കുറച്ച്. നമ്മൾ മോളിനകത്ത് നിന്ന് മേടിച്ച 2 പഫ്സ് സാധനം ശ്വേത കഴിച്ചിട്ട് റിവ്യൂ പറയാന്നാണ് പറയുന്നത്. കേട്ടു നോക്കാം. എന്നത് ചിക്കൻ ആൻഡ് ക്രീം. ഹൗസ് Actually, Kerala style taste பண்றேன். கேரளா டேஸ்டா? இல்ல கோகனட், அதாவது கோகனட் ஸ்டூ மாதிரி கொஞ்சம் இருக்கு. ஓகே. Really? And அதுல chilli இருக்கு. Oh, green chilli. Okay. Okay, ഞാൻ കഴിച്ചോട്ടെ. ഇട്. ചിക്കനൊക്കെ ഭയങ്കര സ്പൈസി എന്ന് പറഞ്ഞാൽ ചില്ലി ആയിരിക്കും സ്പൈസി ആയിട്ട് തോന്നുന്നത്. കാരണം കണ്ടിട്ട് ഭയങ്കര മസാല ഒന്നും ഇട്ടിട്ട് തോന്നുന്നില്ല. പഫ്സിന്റെ ഒരു ടെക്സ്ചറാണ്. നമ്മുടെ പഫ്സ് കഴിക്കില്ലേ, അതേ ഒരു ടെക്സ്ചറാണ്. എനിക്ക് ആക്ച്വലി മുളക് ബജി ഇല്ലേ, എനിക്ക് മുളക് ബജിയുടെ ടേസ്റ്റ് ഒക്കെ തോന്നുന്നു കേട്ടോ. വേറൊരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്ത. ഇത് നമ്മൾ ചിക്കൻ സമോസ അതേപോലെ ഉണ്ട്. കുറച്ച് തണുത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര
ഒന്നിലും ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം കഴിച്ചാൽ അതിൽ രണ്ടിലും മസാല ഒരു ടേസ്റ്റ് ഇല്ല, പക്ഷെ മീറ്റിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. മീറ്റ് നല്ല മീറ്റാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ ഒരു മീറ്റ്, ഒരു ഫ്രഷ് മീറ്റിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചിക്കന്റെ ഒരു ഫ്രഷ് തോന്നുന്നുണ്ട്. ശ്വേത നമ്മളിവിടുന്ന് മേടിച്ച ഐസ്ക്രീം കിട്ടാൻ സാധനമാണല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നത്. Aroma different, but the vanilla flavor நல்லா இருக்கு. vanilla flavor நல்லா இருக்கா? Nice. நம்ம ஊர்ல கிடைக்கிற ஐஸ்கிரீம் This is GoPro 5. Yeah, Action 5 Pro. Action 5 Pro. DJI. It is a good recording. Yeah. Effect. Yeah, it's very good. You have one? No, I want to buy, but it's very expensive. I hope one day I will buy. Yeah, it's very good. Yeah, very nice place. Thank you. Thank you. ഇവിടുന്ന് ഒരു ക്യാപ്പച്ചിനോ വന്നിട്ട് 4.5 മണ്ണൻ. That's like So other no, actually with sugar it is 4.5 or else it is 3.5. 50 രൂപ sugar. 50 രൂപ പഞ്ചസാര ആഡ് ചെയ്യാൻ വേണ്ടിട്ട് 50 രൂപ പഞ്ചാര ആഡ് ചെയ്യാൻ. ടാക്സി പഴയ മറ്റേ വിന്റേജ് കാർ ലവക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവിടുത്തെ ടാക്സി ഉപയോഗിക്കുന്ന കുറച്ച് വിന്റേജ് ലുക്കുള്ള കാർസ് ആണ് ടാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കാർപ്പറ്റ് മ്യൂസിയം. കാർപ്പറ്റ് മ്യൂസിയത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇന്ന് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ എന്താ ഹോളിഡേ ആണ്. നമ്മൾ രാവിലെ ബാങ്ക് നോക്കിയപ്പോഴും ബാങ്ക് ഹോളിഡേ ആയിരുന്നു. നമ്മുടെ ATM മറ്റേ പോയിട്ട് വർക്ക് ആവാത്തതുകൊണ്ട് ബാങ്ക് ഇവിടെ നോക്കി, ബാങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ട്, പക്ഷെ എല്ലാം ക്ലോസ് ആണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ കാർപ്പറ്റ് മ്യൂസിയം. ഇതിന്റെ ഡിസൈൻ തന്നെ ഒരു കാർപ്പറ്റ് പോലെയാണ്, കണ്ടോ? ഒരു കാർപ്പറ്റിന്റെ ഡിസൈനിലാണ് ഇതിങ്ങനെ കാർപ്പറ്റ് ഇങ്ങനെ മടക്കി ഇട്ടേക്കുന്ന പോലെ ഈ ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ഈ കാർപ്പറ്റ് മേക്കിങ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ ഒരു ഓത്തന്റിക് ഇവരുടെ ഒരു ജോലിയാണ്. ഇവർ കാർപ്പറ്റൊക്കെ ഭയങ്കരമായിട്ട് നക്കിലോട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അത് നിസാമി സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ പഴയ ഓൾഡ് ബാക്കു സിറ്റിയിലൊക്കെ അങ്ങനത്തെ ചെറിയ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. ഭയങ്കര പഴയ അന്ന് മുതലേ ചെയ്തു വരുന്ന ആൾക്കാർ, അതായത് ഈ കാർപ്പറ്റൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരുടെ കുറെ സ്റ്റോൾസും ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ. ഓൾഡ് ബാക്കു സിറ്റി ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോഴേക്കും കുറച്ചുകൂടി നന്നായിട്ട് കാണാം. ഇതിപ്പോ ഒരു മ്യൂസിയമാ. ഇത് ശരിക്കും പറഞ്ഞാൽ കാർപ്പറ്റ് അസർബൈജാൻ നാഷണൽ കാർപ്പറ്റ് മ്യൂസിയം ഇൻ ബാക്കു ആണ്. നമ്മുടെ കാശ്മീർ സീന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്, ചേർന്നാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇത് ഇവരുടെ പഴയ റിച്ച് ട്രഡീഷൻ ഓഫ് അസർബൈജാൻ കാർപ്പറ്റ് വീവിങ്. ഇവരുടെ ഒരു മെയിൻ തൊഴിലാണ് ഈ കാർപ്പറ്റ് വീവിങ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ മ്യൂസിയം അവർ പണി കഴിപ്പിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പണി കഴിപ്പിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1967 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അസർബൈജാന്റെ മിനിസ്റ്റേഴ്സ് കൗൺസിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1967 മുതൽ 93 വരെ ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർബൈജാൻ സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് കാർപ്പറ്റ് ആൻഡ് ഫോക്ക് അപ്ലൈഡ് ആർട്സ് എന്നാണ് അതിന്റെ പേര്. 1993 മുതൽ 2014 വരെ ഇതിന്റെ പേര് സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് കാർപ്പറ്റ് ആൻഡ് അപ്ലൈഡ് ആർട്ട് ലത്തീഫ് കറിമോ എന്നായിരുന്നു അതിന്റെ പേര്. അത് കഴിഞ്ഞിട്ട് 2014 മുതൽ 2019 വരെ ആണ്, അപ്പോഴാണ് ഇതിന്റെ പേര് അസർബൈജാൻ കാർപ്പറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞ് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് 2019 ശേഷം ഇതിന്റെ പേര് കുറച്ചുകൂടി ഒരു ചേഞ്ച് വരുത്തി അസർബൈജാൻ നാഷണൽ കാർപ്പറ്റ് മ്യൂസിയം എന്നാക്കി. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ മെയിൻ ഒരു ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല ടൈപ്പ് ഓഫ് ഇവരുടെ സ്പെഷ്യൽ കാർപ്പറ്റ്സ് എവിടെ നിന്നെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിനെ കളക്ട് ചെയ്യുക, ഇവിടെ എക്സിബിറ്റ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സും ഇതിനായിട്ട് എക്സിബിറ്റ് ചെയ്യുക. അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർപ്പറ്റ്സിന് പുറമെ ഇവരുടെ വേറെ കുറെ ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, സെറാമിക്സ്, അതേപോലുള്ള മെറ്റൽ വർക്ക്സ്, വുഡ് ക്രാഫ്റ്റ്, ഇതൊക്കെ ഇവർ ഇതിന്റെ കൂട്ടത്തിൽ എക്സിബിറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഇതാണ് ലിറ്റിൽ വെനീസ് കേട്ടോ. ഇത് ഞാൻ കണ്ടായിരുന്നു, നമ്മളിവിടെ പിന്നീട് വരുന്നതായിരിക്കും. ഇതിൽ കൂടെ ബോട്ട് റൈഡൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചെറിയ ബോട്ട് റൈഡ് ഉണ്ട്. നമ്മൾ വെനീസിലൊക്കെ ഉള്ള പോലത്തെ ഒരു ബോട്ട് റൈഡ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഓപ്പൺ ആണെന്ന്. ഇത് ഇന്നത്തെ ഹോളിഡേ കാരണം ഇവരെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഈ കാർപ്പറ്റ് മ്യൂസിയം ഉൾപ്പെടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പറ്റുമെങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം ഇവിടെ വന്ന് അകത്തൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് നടന്നൊരു പരിപാടിയുണ്ട്. കഴിച്ചാലത്തേക്കും ഒരുപാട് നടന്നു. ஸ்டைல் பண்றது சொல்லி பூட்ஸை போட்டுங்கிறது இப்போ ஷூ நார்மல் ஷூ போட்டதுக்கு அப்புறமே காலே எனக்கு ஃபீல் ஆகுது. ഭയങ്കര സ്റ്റൈല് കാണിച്ചിട്ട് ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് കാലും പണി കിട്ടി, ഡാൻസ് കൊടുത്ത് കാലും പണി കിട്ടി. ഇപ്പം ഷൂയിലോട്ട് മാറ്റിട്ടുണ്ട്. നാളെ ഇതേപോലത്തെ സ്റ്റൈലാണ് കേട്ടോ. ഇന്നിപ്പോ സമയം 6 മണി ആവാറായി. ഇന്ന് നമ്മൾ ഇവിടെ കുറച്ച് ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നതായിരിക്കും. നാളെ
നമ്മൾ രാവിലെ വെളുപ്പിന് ഷഡാങ് അതൊരു അടിപൊളി യാത്രയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോകുന്ന വഴിയൊക്കെ പൊളി സ്ഥലങ്ങളാണ്. ഒരു സ്വിറ്റ്സർലൻഡ് പോലത്തെ ഒരു പ്ലേസ് ആണ് ഷഡാങ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റോളർ കോസ്റ്ററും അതേപോലെ കേബിൾ കാർസ് ഒക്കെ ഉള്ള ഒരു ഹൈ റേഞ്ച് ഒരു ഹിൽ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ ഫുള്ള് ഗ്രീനറി ലാൻഡ്സ്കേപ്പ്, ചെറിയ കുട്ടി വില്ലേജസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പോകുന്ന വഴിയിൽ. അതൊക്കെ നാളെ എക്സ്പ്ലോർ ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മളിന്ന് ന്യൂ ബാക്കു സിറ്റിയാണ് ഫുള്ള് കവർ ചെയ്തത്. നമ്മൾ ബാക്കു ബൊളിവാർഡ് പോയി, പിന്നെ ഹൈലാൻഡ് പാർക്ക് പോയി, പിന്നെ ഡെന്നിസ് മോൾ പോയി, പിന്നെ ബാക്കു ഐൻ്റെ സൈഡിൽ പോയി. കാർപ്പറ്റ് ഇതൊക്കെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് കുറേ പേര് അതൊക്കെ അടച്ചിട്ടേക്കാണ്. 2-3 കാർപ്പറ്റ് മോളും പിന്നെ ബാക്കു ഐ ഒക്കെ ഇന്ന് ഓപ്പൺഡ് അല്ല. നമുക്ക് വേറൊരു ദിവസം വന്ന് നോക്കാം, ഇവിടെ എല്ലാം കയറാൻ പറ്റുന്ന എൻട്രൻസ് ഉണ്ടോ എന്ന് നോക്കാം. സോ നാളത്തെ വ്ളോഗിൽ കാണാം. ബൈ ബൈ.